കേരള ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്നല്ല പറയുന്നത്. ഇപ്പോൾ പിരിവിന് ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. പണപ്പിരിവ് സ്വാഭാവികമായിട്ടുമുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉപയോഗിക്കണം. അതുപോലെ കേന്ദ്രം ദുരിതാശ്വാസ നിധി തരും. പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, എല്ലാവരും ദുരിതാശ്വാസം നിധിയിലേക്ക് സംഭാവനയുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. പ്രകൃതിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനൊരു ദുരന്തം കാണുമ്പോൾ അയൽ സംസ്ഥാനങ്ങൾ നമുക്ക് തരും. നമ്മൾ ഇവരോട് യാചിക്കേണ്ട കാര്യമില്ല. സമാനതകളില്ലാത്ത മഹാദുരന്തത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് വയനാട്. ഈ ദുരന്തം പക്ഷേ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. മുണ്ടക്കയത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ, ഇടുക്കിക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ വിക്ടർ ജോർജിനെ കൊണ്ടുപോയ പ്രളയത്തിൽ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഇത് അവസാനത്തെ വാക്കല്ല. കാലാവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യതിയാനങ്ങൾ, അത് കാലാവസ്ഥ, പ്രകൃതി, പരിസ്ഥിതിയൊക്കെ നമ്മളുടെ ചെയ്തികളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഇനിയിപ്പോൾ 300ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും എല്ലാം കൂടെ ചേർന്ന്, മലയിടിച്ചിലും എല്ലാം കൂടെ ചേർന്ന് വയനാടിനെ ഒരു ദുരിതക്കയത്തിലേക്ക് മുക്കി താഴ്ത്തിയിരിക്കുന്നു. മരിച്ചവരെ തിരിച്ചു കിട്ടുകയില്ല, അവരുടെ ദുരന്തത്തിന് അന്തവുമില്ല. ഈ അവസരത്തിലാണ് എല്ലാ NDRF, അതുപോലെ തന്നെ വനപാലകർ, ഇവരൊക്കെ തന്നെ, വനപാലകരെയാണ് ഏറ്റവും അധികം, അവർക്ക് നേരെയാണ് ഏറ്റവും അധികം പ്രതിഷേധം വയനാട്ടിൽ നിന്നുണ്ടായിട്ടുള്ളത്. അവരുമൊക്കെ ഇപ്പോൾ കർമ്മരംഗത്തിറങ്ങി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന സന്ദർഭമാണ്. ഇതാരെങ്കിലും വിമർശിക്കേണ്ട സമയമല്ല. അതിനൊപ്പം കേരള ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്നല്ല പറയുന്നത്. ഇപ്പോൾ പിരിവിന് ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. പണപ്പിരിവ് സ്വാഭാവികമായിട്ടുമുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉപയോഗിക്കണം. അതുപോലെ കേന്ദ്രം ദുരിതാശ്വാസ നിധി തരും. പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, എല്ലാവരും ദുരിതാശ്വാസം നിധിയിലേക്ക് സംഭാവനയുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. പ്രകൃതിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനൊരു ദുരന്തം കാണുമ്പോൾ അയൽ സംസ്ഥാനങ്ങൾ നമുക്ക് തരും. നമ്മൾ ഇവരോട് യാചിക്കേണ്ട കാര്യമില്ല. അതുപോലെ പണ്ട് അറബ് രാജ്യങ്ങളോട് യാചിച്ചു, അവർ ഓഫർ ചെയ്തു, പക്ഷേ അത് നമുക്ക് സ്വീകരിക്കാൻ മാർഗമില്ലായിരുന്നു. ഇപ്പോൾ വിദേശ വകുപ്പ് സെക്രട്ടറി സ്വന്തമായിട്ട് നമുക്കുള്ളത് കൊണ്ട് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും ഇത് വളരെ പരിഹാസ്യമാണ്. ഇപ്പോഴേ ഇതിങ്ങനൊരു യാചന നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പാർട്ടിക്കാരും എല്ലാം സജീവമായിട്ട് പ്രവർത്തന രംഗത്തേക്കിറങ്ങി. സാധാരണ ബാങ്ക് തട്ടിപ്പിലുമൊക്കെ വളരെ സുപ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ നമുക്കുണ്ടല്ലോ പാർട്ടിക്കകത്ത് തന്നെ, ഇപ്പോഴും തുടരുക തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇത് പാർട്ടിയുടെ പണപ്പിരിവെന്ന് പറയുന്നത് എത്ര വിശ്വാസ്യത ഉള്ളതാണെന്ന് അറിയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നും ഉണ്ടാവാറില്ല. പലപ്പോഴും ഇതിൻ്റെ പേരിൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വഴിമാറി ചെലവഴിച്ചതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ബക്കറ്റ് പിരിവ് വഴി നടത്തിയ തുകകൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പോയതും പല പാർട്ടി പ്രവർത്തകരും, അതായിക്കോട്ടെ ഏത് പാർട്ടിയെന്നല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിൻ്റെ എത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു, വാർത്തകളായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഇതിപ്പോൾ പിരിവിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തിയത് അനുചിതമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫണ്ടുകൾ ഒഴുകി വരും. നാട് നീളെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ, അദാനി പോലും, അങ്ങനെ നിങ്ങളെപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അദാനി പോലുള്ള ആൾക്കാർ പോലും ഫണ്ട് നമുക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. കേന്ദ്രം തീർച്ചയായിട്ടും ഫണ്ട് നൽകും. കേന്ദ്രത്തിൻ്റെ MP എന്ന് പറയുന്ന ആളുടെ ഒരു ശബ്ദം പോലും വാസ്തവത്തിൽ ഇപ്പോൾ കേൾക്കാനില്ല. മണിപ്പൂരിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും പ്രദേശത്തോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, നിസാര പ്രശ്നം, ഒരു ലോക്കൽ വാർത്തയായിട്ട് വരാനുള്ള വാർത്താ പ്രാധാന്യം മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഓടിയെത്തിക്കൊണ്ട് അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ ആ സഹോദരനും സഹോദരിയും അമ്മച്ചിയും ഒക്കെ എവിടെ പോയി? അവരൊക്കെ എവിടെയാണ്? അപ്പം അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ട വൻ ഭൂരിപക്ഷത്തോടു കൂടി 2 തവണയായിട്ട് ജയിപ്പിച്ചു വിടുന്ന മണ്ഡലമാണല്ലിത്. ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള കെൽപ്പുണ്ടായിട്ടുണ്ടോ? വാർത്തകളിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ബടാ കാര്യങ്ങൾ മോഡിയെ വിമർശിക്കാനായിട്ട് പറയുന്നു. അതായത് ഇപ്പോൾ അത് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് സമയത്ത് ഫോട്ടോ എടുക്കാൻ എത്ര ദളിതരുണ്ടായിരുന്നു. ഇതാണിപ്പോൾ ജാതി സെൻസസ് തുടങ്ങിയിരിക്കുക അദ്ദേഹം. ഇതാണോ വേണ്ടത്? ഈ വയനാട്ടുകാർക്ക് ആശ്വാസം നൽകാൻ, അവരുടെ കണ്ണീരൊപ്പാൻ, ഹേയ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, അങ്ങ് വലിയ പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള സൂപ്പർ പ്രധാനമന്ത്രിയാണല്ലോ. എവിടെ? സൂപ്പർ പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിച്ചിരുന്ന സോണിയാഗാന്ധി എവിടെ?